ഇപ്പോൾ നമ്മോടൊപ്പം കണ്ണൂർ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് കൂടി ചേരുന്നുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഒരു നല്ല വാർത്തകളല്ല കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്നത്. വളരെ ആശങ്കയോടെ അല്ലാതെ ഇതിനെ നോക്കിക്കാണാൻ പറ്റില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പലയിടങ്ങളിലും സംഘർഷം വിളിച്ചു വരുത്തുകയാണ്. ഈ വടിവാളുമായി CPM പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു. മാത്രമല്ല കൊലവിളി പ്രസംഗങ്ങൾ നടത്തുന്നു. ചിലർ ബോംബ് എറിയുകയും അല്ലെങ്കിൽ ബോംബ് എറിയുമെന്നുള്ള ഭീഷണി സ്വരത്തിലൊക്കെ വീടുകൾ കയറി തെല്ലും ഭയമില്ലാതെ ഇറങ്ങുന്നു. എന്താണ് ഈ യുവാക്കൾക്കിടയിൽ സംഭവിക്കുന്നത്? മാത്രമല്ല ഇതിനൊക്കെ സംരക്ഷണം ലഭിക്കുമെന്ന ഒറ്റ ധാരണയിലാണോ ഇവർ ഈ ഇറങ്ങി പുറപ്പെടുന്നത്? മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒക്കെ നാട്ടിലാണ് ഇവർ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് ഓർക്കണം. ഇവിടെ CPM നടത്തുന്ന ആക്രമണങ്ങൾ മുഴുവൻ ഉന്നത നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് നടത്തുന്നത്. ഇവിടെ പാനൂരിൽ നമ്മൾ കണ്ടു വടിവാളുമായിട്ടാണ്. എന്താണ് കുന്നത്തൂർമ പഞ്ചായത്തിൽ 25-30 വർഷങ്ങൾക്ക് ശേഷം ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചപ്പോൾ അവിടെ ഭീകരമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾക്ക് കണ്ടാൽ പേടി വിറച്ചു പോകുന്നു. ആ രീതിയിലുള്ള അക്രമങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വേങ്ങാട് പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലം അവിടെ മമ്പറം ടൗണിൽ പട്ടാപ്പകൽ 11 മണിക്കാണ് മുഖംമൂടി ധരിച്ചവർ കയറി ഒരു ഷോപ്പ് അടിച്ച് തകർക്കുകയും അവിടെ സ്ഥാനാർത്ഥി 16ാം ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷീനേനെ അടിച്ചു പരിക്കേൽക്കുകയും ബൂത്ത് ഏജന്റായ നരേന്ദ്രബാബുവിനെ മർദ്ദിക്കുകയും ചെയ്യുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. അവിടെയും CPM-ന് സിറ്റിംഗ് സീറ്റാണ്. അവരെ പരാജയപ്പെടുത്തി ഷീന ജയിച്ചു. അവരെ വനിതകളെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരുപാട് വനിതകളെ ആക്രമിച്ച ഈ കാലയളവിൽ ആക്രമിച്ചിട്ടുണ്ട് ഈ 2-3 ദിവസങ്ങൾ കൊണ്ട്. അതുമാത്രമല്ല രാമതളിയിൽ ഗാന്ധിജിയുടെ സ്തൂപം തകർത്തു. അദ്ദേഹത്തിന് ആ സ്തൂപത്തിന്റെ മൂക്ക് അടിച്ചു പറിച്ച് കണ്ണട തകർത്ത് അങ്ങ് വ്യാപകമായി വീട്ടുമുറ്റത്ത് പടക്കമെറിഞ്ഞ് വീട് തകർത്ത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം, സ്ഥാനാർത്ഥികളുടെ വീടുകൾക്ക് നേരെ ആക്രമണം, വല്ലാത്ത രീതിയിലുള്ള അതിഭീകരമായ അക്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററെ ആന്തൂരിൽ നടന്നത് നമ്മൾ കണ്ടു. അവിടെ ബൂത്തിലിരിക്കാൻ വിടുന്നില്ല, നോമിനേഷൻ കൊടുക്കാൻ വിടുന്നില്ല. എന്നിട്ട് അവിടെ ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പറയുന്നു അടിച്ച് തല തകർക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? ഇത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭീകരർക്ക് സപ്പോർട്ട് ചെയ്യാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലയിലും അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിവിശേഷം, കണ്ണൂരിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ജനങ്ങളുടെ മേൽ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ CPM എന്ന് നമുക്ക് ഈ ഇത്ര ദൃശ്യങ്ങളിലൂടെയൊക്കെ വ്യക്തമാണ്. അത്രത്തോളം ഭയാനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. കുഞ്ഞു കുട്ടികൾ വരെ ഇത് കാണുകയാണ്. വടിവാളും എടുത്ത് കുറേയധികം യുവാക്കളുണ്ട്. അവരുടെ അച്ഛനോ ചേട്ടനോ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ആയിരിക്കും ഈ തെരുവിലിറങ്ങുന്നത്. പക്ഷേ പാർട്ടി ഉടൻ തന്നെ ഇതിലൊരു നടപടി എടുത്തില്ലെങ്കിൽ ഇതൊരു തീക്കളിയിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? അടിയന്തര നടപടി ഉടൻ തന്നെ സ്വീകരിക്കേണ്ടേ? ഇത് ആര് സ്വീകരിക്കണം? നിയമപാലകര് ചെയ്യുന്നത് എന്താണ്? അവര് നോക്കി നിൽക്കുകയാണ്. ഇവിടെ പാനൂരില് ആ കുഴപ്പം നടക്കുന്ന സമയത്ത് പോലീസ് അവിടെയുണ്ട്. പോലീസ് നോക്കി നിൽക്കുകയാണ്. ഏത് സ്ഥലത്തും. ഇവിടെ മമ്പറം ടൗണിൽ ആണ് കടകൾ, ഇഷ്ടംപോലെ കടകളുള്ള ടൗൺ ഏരിയ ആണ്. മമ്പറത്ത് കയറി ആക്രമിക്കുന്നു. അതിനൊക്കെ തക്കതായ നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ ഗുണ്ടകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ എവിടെയാണ് സമാധാനം ഉണ്ടാകുക? എല്ലാ പ്രദേശങ്ങളും CPM-ന് അധിനിവേശമുള്ള എല്ലാ പ്രദേശങ്ങളും ഇതുപോലെയുള്ള ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സമാധാന അന്തരീക്ഷം തകർക്കുകയാണ്. പരാജയം സംഭവിച്ചപ്പോൾ അക്രമം കൂടി. തീർച്ചയായും സാർ, ഇതിന് എന്താണ് ഒരു പോംവഴിയുള്ളത്? കാരണം ഇത് ഇനിയൊന്നും ഇപ്പോഴൊന്നും ഒതുങ്ങുന്നും തോന്നില്ല. കാരണം അത്രത്തോളം ആഹ്ലാദമല്ല, അതിനപ്പുറം ഒരു എന്താ പറയുക, ഒരു അമർഷം തീർക്കാൻ വേണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിൽ ഇറങ്ങുകയാണ്. അത് കിട്ടുന്നതാരോ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. സ്ത്രീകളടക്കം എങ്ങനെ റോഡുകളിൽ നമുക്കറിയാം അവിടെയുള്ള പ്രാദേശിക പ്രവർത്തകർ ഇങ്ങനെ ഇത്തരത്തിലൊരു നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സാധാരണ ജനങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത് ഈ ആക്രമണങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതൊരു ശരിയാണ്. ഇത് സാധാരണക്കാരന്റെ സ്വൈര്യ ജീവിതത്തിലുള്ള കടന്നുകയറ്റമാണ്. സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെയുള്ള ബോംബുകളും ഇതുപോലെയുള്ള ആക്രമണം നടത്തുമ്പോൾ എങ്ങനെ ധൈര്യപ്പെട്ട് ഓഫീസിൽ പോകാൻ പറ്റും? എങ്ങനെ ധൈര്യപ്പെട്ട് കുട്ടികളെ അമ്മമാര് വീട്ടിൽ നിന്ന് പുറത്തോട്ടേക്കും? ഈ ഒരു സാഹചര്യം പാനൂർ പ്രദേശങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നു. BJP CPM സംഘർഷം
ഇപ്പോൾ ആ സംഘർഷമില്ല. കാരണം BJPയും CPM-ഉം ബായി അതുകൊണ്ട് ഇപ്പോൾ സംഘർഷമില്ല. പക്ഷെ അതെല്ലാം കോൺഗ്രസിന്റെ നേരെയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സമാധാന പ്രിയരാണ്, ആശയപരമായ രാഷ്ട്രീയം ഉൾക്കൊള്ളുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ സമാധാനം തകർക്കരുത്, സമാധാനം എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായും സർ, വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.